ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് രേണു സുധി. ഓൾറെഡി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ആളായതുകൊണ്ട് തന്നെ അവരുടെ പേരും പറഞ്ഞ് ഒരുപാട് ഓൺലൈൻ ചാനലുകാർ അവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്ത് റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ വീക്കിൽ അവർ നോമിനേഷനിൽ വന്ന ശേഷം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവരിങ്ങനെ വോട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനെതിരെയാണ് ഈ ഓൺലൈൻ ചാനലുകാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം അതിനകത്ത് പറയുന്നത് ഈ രേണുസുധിക്ക് ശക്തമായ PR വർക്കുണ്ട് എന്നുള്ള രീതിയിലാണ് കൂടുതൽ കമൻസ് വരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അതൊരു ഭയങ്കര ബ്രില്യൻ മൂവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണല്ലോ. കാരണം ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി അവർ വളരെ നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം എന്തായാലും അവർ ഓൾറെഡി നോമിനേഷനിൽ വരുമെന്ന്. അപ്പം അതുകൊണ്ട് അവരങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതായിരിക്കും. അതായത് ഓരോ വീക്കിൽ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇത് കൊള്ളാലോ, ഇതുവരെ ആരും ചെയ്തിട്ടില്ലല്ലോ. എനിക്കങ്ങനെയാണ് എൻ്റെ തോട്ട് പോയത്. കാരണം ഇതിനു മുമ്പ് ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ ഇതുവരെ ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അത് കൊള്ളാമല്ലോ അല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം എനിക്കതൊരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തോന്നി. പക്ഷെ അതിനെ ഭയങ്കര PR വർക്ക് എന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. PR വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ PR വർക്ക് ഇല്ലാത്തവരായിട്ട് ആൾക്കാർ കുറവാണ്. ഞാൻ ഈ പറയുന്നത് ഞാൻ ഒരു രേണുസുധിയുടെ ഫാൻ ആയതുകൊണ്ടല്ല കേട്ടോ. ഇനി ഞാൻ ആരുടെ ഫാനല്ല. കാരണം ഇപ്പോൾ BB തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്കങ്ങനെ ഒരു അത്ര ഫാൻ ആവാനുള്ളൊരു ടൈമൊന്നും ആയിട്ടില്ല. ആരുടെയും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നമുക്കറിയില്ല. ഷോ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ജെനുവിനായിട്ടുള്ള കാര്യം, എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ്, അതുകൊണ്ട് എല്ലാം നെഗറ്റീവ് പറയണം അങ്ങനെയല്ലല്ലോ. എനിക്കറിയാം നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടും, ആൾക്കാർ കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ ഞാൻ വെറും ഒരു റീച്ചിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ PR വർക്ക് കൊണ്ട് മാത്രമൊന്നും ഒരാൾക്കും BBയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അതൊരു എല്ലാ വീക്കിലും ജഡ്ജ്മെന്റ് വരുന്നൊരു ഷോയാണ്. മാത്രമല്ല ജനങ്ങളുടെ സപ്പോർട്ടും വേണം, വോട്ട് വേണം. അപ്പോൾ ഈ ഷോ ആളുകൾ ഫുൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ മണ്ടന്മാരാക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒരു PR വർക്ക് കൊണ്ട് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ പോസ്റ്റോ അവരെ പോസിറ്റീവ് ആക്കിയിട്ടുള്ളത് കണ്ടുകൊണ്ട് മാത്രം ജനങ്ങളങ്ങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ PR വർക്ക് കൊണ്ട് കാര്യമില്ല എന്നല്ല, പക്ഷെ PR വർക്കിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണോ തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയതുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. BBക്ക് അകത്തും പുറത്തും ഈ ഒരു വ്യക്തിക്ക് എതിരെ അവരെ നെഗറ്റീവ് പറഞ്ഞാൽ സപ്പോർട്ട് കിട്ടും എന്നുള്ള രീതിയിൽ ഒരാളെ മനഃപൂർവ്വം ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അതിനോട് യോജിക്കാനൊരു ബുദ്ധിമുട്ട്. പിന്നെ BBക്ക് അകത്തിരുന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ഇടാൻ പറ്റില്ല, അങ്ങനെ ഒരു റൂൾ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്, അല്ലാത്ത പക്ഷം അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തിൽ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യൂ.